നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ കുന്നംകുളം ചൊവ്വന്നൂരിൽ നടക്കുന്ന ഒരു വാർത്ത. വാടക ക്വാർട്ടേഴ്സിൽ യുവാവിനെ കൊലപ്പെടുത്തി കത്തിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഓരോരോ വീടുകളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ആശങ്ക വർദ്ധിപ്പിക്കുന്ന സാഹചര്യം. ഒരു മനുഷ്യനെ കത്തിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. അത് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷമാണ് കത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ആരെയും എന്തും ചെയ്യാം, എങ്ങനെയും കൊല്ലാം എന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഭയാനകമായ കാര്യം. പ്രതി മരത്തൻകൂട് ചൊവ്വന്നൂർ ചെറുവത്തൂർ സണ്ണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 61 വയസ്സുകാരനാണ്. പ്രകൃതി വിരുദ്ധ ബന്ധത്തിനിടെയുണ്ടായ കൊലപാതകം എന്നാണ് പോലീസ് നൽകുന്ന സൂചന. യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. 35 വയസ്സ് തോന്നിക്കും യുവാവിനെ. ചൊവ്വന്നൂർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തെ ക്വാർട്ടേഴ്സിലാണ് വൈകിട്ട് 5:30 മൃതദേഹം കണ്ടെത്തിയത്. മുറിയിൽ നിന്ന് പുക വരുന്നത് നാട്ടുകാർ കാണുന്നു. അപ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നുന്നു. അവർ കൃത്യമായി ഇടപെടൽ നടത്തുന്നു. പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു മുറി. അവർ മുറി തുറന്നപ്പോഴാണ് കത്തിയ നിലയിൽ കമിഴ്ന്നു കിടക്കുന്ന മൃതദേഹം കണ്ടത്. ചുറ്റും തുണികളിട്ട് കത്തിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. മുറി വാടകയ്ക്കെടുത്ത സണ്ണി ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്വേഷണത്തിനിടയിൽ പോലീസ് രാത്രി 7:30 തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്നാണ് സണ്ണിയെ പിടികൂടിയത്. തൃശൂരിലെ വസ്ത്ര വിൽപ്പനശാലയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു സണ്ണി. മറ്റ് 2 കൊലപാതക കേസുകളിൽ കൂടി പ്രതിയായ വ്യക്തിയാണ് സണ്ണി. എന്തായാലും മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, എന്തൊക്കെയാണ് സംഭവിച്ചത് മരണത്തിന് മുന്നേ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിക്രൂരമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവാം. ഹരിപ്പാട് നിന്ന് വരുന്ന വാർത്തയാണ്. ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കയറിയ ശേഷം യുവാവിനെ കൂട്ടിക്കൊണ്ടുപോയി വീട്ടിൽ പൂട്ടിയിട്ട് ആക്രമിച്ച് 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 15,000 രൂപയും തട്ടിയെടുത്തു. കേസിൽ 3 പേർ അറസ്റ്റിലായി. യദു കൃഷ്ണൻ, മുഹമ്മദ് ഫാറൂഖ്, അശ്വിൻ വർഗീസ് എന്നിവരാണ് പിടിയിലായത്. കരുവാറ്റിലെ ഡ്രൈവിംഗ് പരിശീലകൻ വിഷ്ണുവിനെ വെള്ളിയാഴ്ചയാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയത്. യദുകൃഷ്ണൻ കൊലപാതകം ഉൾപ്പെടെ 11 കേസുകളിൽ പ്രതിയാണ്. ജോലി കഴിഞ്ഞ് ബൈക്കിൽ മടങ്ങുകയായിരുന്നു വിഷ്ണു. അപ്പോൾ വിഷ്ണുവിനെ ദാണപ്പാടി ഭാഗത്ത് വെച്ചിട്ടാണ് യദുകൃഷ്ണൻ കൈ കാണിച്ചത്. അടുത്ത് ജംഗ്ഷനിൽ ഇറക്കാമോ എന്ന് ചോദിച്ചാണ് ബൈക്കിൽ കയറിയത്. പിന്നീട് വീട്ടിലേക്ക് വിടുമോ എന്ന് ചോദിച്ചു. യദുകൃഷ്ണനെ കണ്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ വിഷ്ണു കരുവാറ്റ മങ്കുഴിയിലുള്ള ഇയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തുടർന്ന് വീട്ടിൽ കയറാൻ നിർബന്ധിച്ച ശേഷം മുറിയിൽ പൂട്ടിയിട്ട് മറ്റ് പ്രതികളും കൂടി ചേർന്ന് മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തൽ. മൊബൈൽ ഫോണും ബൈക്കിന്റെ താക്കോലും ആദ്യം തന്നെ വാങ്ങി. പിന്നാലെ 2 പവന്റെ സ്വർണ്ണമാലയും 1/2 പവന്റെ കൈച്ചെയിനും പൊട്ടിച്ചെടുക്കുകയും ചെയ്തു. ഗൂഗിൾ പേയിലൂടെ 15,000 രൂപയും വാങ്ങി. രാത്രി പ്രതികൾ തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടെ പ്രതികളിൽ ഒരാളായ അശ്വിൻ വർഗീസ് ഓടിപ്പോയി. ഇയാളെ പിടികൂടാൻ കൂട്ടുപ്രതികൾ പുറത്തേക്ക് പോയപ്പോഴാണ് താൻ രക്ഷപ്പെട്ടതെന്നാണ് വിഷ്ണു പോലീസിന് മൊഴി നൽകിയത്. വിഷ്ണു വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. പ്രതികളിൽ ഒരാളുടെ കരുവാറ്റയിലെ വീട്ടിൽ തന്നെ ആക്രമിക്കുമ്പോൾ മറ്റു 2 ചെറുപ്പക്കാരെ നഗ്നരാക്കി മുറിയിൽ പൂട്ടിയിട്ടിരുന്നതായി വിഷ്ണു മൊഴി നൽകിയിട്ടുണ്ട്. ഇവരെയും തന്നെ പോലെ അവിടെ എത്തിച്ചതാകാമെന്നാണ് വിഷ്ണു പറയുന്നത്. എന്തായാലും പോലീസ് അക്കാര്യത്തിൽ ഒരു ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട്. SHO മുഹമ്മദ് ഷാഫി, SI ഷൈജ, ASIമാരായ ഷിഹാബ്, പ്രിയ, CPOമാരായ നിഷാദ്, ശ്രീജിത്ത്, സജ്ജാദ്, രാകേഷ്, അമൽ, വിശ്വജിത്ത്, അഭിജിത്ത്, ശ്രീനാഥ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്.